കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രൊമോ വിശേഷത്തെ നമ്മൾ കാണുന്നത് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നാട് നീളെ തെണ്ടുന്ന പ്രകാശനെയാണ്. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ടല്ലേ പറ്റുള്ളൂ. വിക്രത്തിനെ ജയിലിൽ നിന്ന് ഇറക്കണം. അത് മാത്രമല്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ. ഇപ്പൊ തന്നെയാണെങ്കിലും അമ്മ കൂലിപ്പണിയാൻ പോയിട്ടാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. വല്ലവന്റെയും വീട്ടിൽ പോയി അടുക്കള പാത്രം കഴുകിയിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പൊ അതങ്ങനെ പോകാൻ പറ്റില്ല. എന്തെങ്കിലും ജോലി സംഘടിപ്പിച്ചാൽ മതിയുള്ളൂ. അതിനു വേണ്ടിയിട്ട് പ്രകാശൻ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് മനോഹർ നിഷയുടെ അമ്മയും കൂടെ എല്ലാരും കൂടെ പോകുന്ന സമയത്ത് സരുവിന്റെ ശാരിയുടെ മുന്നിൽ വന്ന് പെടുന്നുണ്ട് മനോഹർ. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു പ്രകാശൻ ഒരു കാര്യം തീരുമാനിച്ചു. വിക്രത്തിനെ കണ്ടിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെ ഒരു ജോലി വേണം. ഇനി കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തനിക്കും അമ്മയ്ക്കും മരുന്ന് വേണം. രണ്ടുപേർക്കും മരുന്ന് മാത്രമല്ല വീട്ടു ചെലവ്. അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ വിക്രത്തിനെ ജയിലിൽ നിന്ന് ഇറക്കണമെങ്കിൽ അതിന് വക്കീൽ ഫീസ് അത് വേറെ കൊടുക്കണം. ഇപ്പം എല്ലാത്തിനും കൂടെ എങ്ങനെയും കുറച്ച് പൈസ ഉണ്ടായേ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ബാലണ്ണനെ ഒന്ന് പോയി കണ്ടു നോക്കാം. ജോലിയെങ്കിൽ ജോലി, എന്തേലും ഒരു ജോലി കിട്ടുവാണെങ്കിൽ നല്ല കാര്യമായില്ലേ. അങ്ങനെ ഒരു വിശ്വാസത്തോടുകൂടി പ്രകാശൻ നേരെ ബാലണ്ണനെ കാണാനായിട്ട് ചെല്ലുവാണ്. ചെന്നിട്ട് പ്രകാശനോട് ബാലണ്ണൻ ചോദിച്ചു, അല്ല പ്രകാശ, നിന്നെ കുറെ ദിവസമായിട്ട് കാണാൻ പോലും ഇല്ലായിരുന്നല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കും. എൻ്റെ പൊന്നു ബാലണ്ണ ഒന്നും പറയണ്ട, ആകെപ്പാടെ ഇച്ചിരി പ്രശ്നത്തിലായിരുന്നു. പറയും എന്താ പ്രശ്നം? നിന്റെ മകനെ എങ്ങാണ്ട് പോലീസ് കൊണ്ടുപോയെന്നൊക്കെ ജയിലിലാന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. ഓ അതൊക്കെ അറിഞ്ഞോ? അതൊക്കെ പിന്നെ അറിയാതിരിക്കോ? ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ നിനക്ക് പ്രാന്താടാ. അവനെ പോലെയുള്ള ഒരു ചെറുക്കനെ ഇത്രയും വളർത്തി വലുതാക്കിയിട്ട്. അല്ലെങ്കിലും അവന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ അവനെ നേരെയാക്കണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അത് പറ്റില്ലായിരുന്നെങ്കിൽ വെറുതെ എന്തിനായിരുന്നു? ഓ രാജകുമാരനെ പോലെ വളർത്തുമെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നല്ലേ നീ. എന്നിട്ടാണ്ട് ഇപ്പൊ ജയിലിൽ കിടക്കുന്നു. എന്റെ ബാലണ്ണ, ഈ മുറിവെ കുത്തി നോവിക്കാനാ. അതിനു വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ. എനിക്ക് ബാലനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. നിനക്ക് എന്താ സംസാരിക്കാനുള്ളേ? അല്ല നിനക്ക് എന്ത് പറ്റിയായിരുന്നു? ഞാൻ ഹോസ്പിറ്റലോ? ഒന്നും പറയണ്ട. വീണ്ടും ആ അറ്റാക്കൊക്കെ ഒന്ന് വന്നു. അല്ല അപ്പൊ അതിനു വേണ്ടി പണമൊക്കെ എവിടെ നിന്നായിരുന്നു? പണം പിന്നെ ആ കല്യാണി ഉണ്ടല്ലോ, അവള് കൊടുത്തു. ആഹാ, അപ്പൊ കല്യാണിയുടെ പണം നിനക്ക് കൊള്ളാല്ലേ? അല്ല നിന്റെ മോളല്ല കല്യാണി എന്നല്ലേ നീ പറഞ്ഞോണ്ടിരുന്നേ. അപ്പൊ ഇനി അവളുടെ പണം നിനക്ക് കൊള്ളാവെന്ന് ചോദിക്കാം. ബാലന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കിപ്പോൾ അതൊന്നും പറയാനുള്ള മൂഡിലില്ല. പിന്നെ എന്താ നിനക്കിപ്പം? എനിക്ക് എങ്ങനെ ഒരു ജോലി കിട്ടിയാൽ മതിയുള്ളൂ. ജോലിയോ? വയ്യാത്ത നീ എങ്ങനെയാടാ ജോലി ചെയ്യുന്നേ? അതൊന്നും എനിക്ക് കുഴപ്പമില്ല, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തോളാം. വർക്ക്ഷോപ്പിൽ പണ്ടത്തെ പോലെ ഒന്നാമത്തെ കാര്യം പണി കുറവാ. അതിൻ്റെ കൂടെ നീ വന്നിട്ട് നിന്നെ കൊണ്ട് പണി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ നിനക്ക് വെറുതെ ശമ്പളം തരാം. ശമ്പളം തന്നാൽ മുതലാവില്ല. പിന്നെ എങ്ങനെയാടാ ശരിയാവുന്നേ? നിനക്ക് ഒന്നാം തന്നെ ഒരു മകളുണ്ടല്ലോ, നല്ല കോടീശ്വരയായ മകളല്ലേ. അവളുടെ അടുത്ത് പോയി നിൽക്കുവാണെങ്കിൽ ഒന്നിനും ഒരു കുറവും വരില്ല. അവൾ പൊന്നു പോലെ നോക്കില്ലേ. പിന്നെ നീ എന്തിനാടാ എങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കണമെന്ന് ചോദിക്കാം. അവളുടെ കാര്യം നിങ്ങൾ മിണ്ടിപ്പോയേക്കല്ലോ. എന്താ മിണ്ടിയാല്? നിനക്ക് ആവശ്യം വരുമ്പോൾ നിനക്ക് പണമൊക്കെ തരുന്നുണ്ടല്ലോ, നിന്റെ കാര്യങ്ങളൊക്കെ മുറപോലെ നടക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ അവളുടെ കാര്യം പറയുമ്പോൾ നിനക്കൊരു കുറച്ചില്? എനിക്ക് അവളെന്ന് പറഞ്ഞൊരു മോളില്ല. ഓഹോ, അപ്പൊ നിനക്ക് അസുഖങ്ങൾ വരുമ്പോൾ നിനക്ക് ഹോസ്പിറ്റലില് ബില്ലൊക്കെ കൊടുക്കാൻ മാത്രമാണ് നിനക്ക് അങ്ങനെ ഒരു മോളുള്ളൂ. ഇനിയിപ്പൊ എന്തിനാ പറഞ്ഞ നിനക്ക് ജോലി? അതെ ബാലണ്ണ, ഇപ്പൊ തന്നെയാണ് എൻ്റെ കാര്യം ആകെപ്പാടെ അവതാളത്തില. അമ്മയുടെ മരുന്ന്, എൻ്റെ മരുന്ന്, അതിനെല്ലാം ഒരു ദിവസം 100-300 രൂപ വേണം. അത് കൂടാതെ ചെലവുകൾ വേറെ. ഇതെല്ലാം കൂടെ ആകുമ്പോൾ എത്ര രൂപയുണ്ടെങ്കിലും ഒരു ദിവസം മുന്നോട്ട് പോകുന്നേ. അമ്മയാണെങ്കിൽ ഇപ്പൊ പാത്രം തേക്കാൻ പോവുക, അങ്ങനെയാ കഴിയണേ. എടാ നിന്നെ പറഞ്ഞാൽ മതി, നീ വളർത്തി വലുതാക്കി കൊണ്ട് വന്നല്ലോ ഒരുത്തനെ. അവൻ എന്നിട്ട് ഇപ്പൊ ജയിലിൽ കിടക്കുക. വല്ല ഗുണം ഉണ്ടായ പ്രകാശ? ഇതാ പറഞ്ഞ് അടിക്കേണ്ട സമയത്ത് അടി കൊടുത്ത് വളർത്തണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് പെൺപിള്ളേരെ ഇഷ്ടമില്ലോ, ആ മക്കള് തന്നെ വേണമെന്ന് പറഞ്ഞ നിർബന്ധമല്ലായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ബാലണ്ണ കുത്തി നോവിക്കാനല്ല, എനിക്കിനിയിപ്പോ ഇവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും കടയിലാണെങ്കിലും മതി. എനിക്ക് എവിടെ ഒരു ജോലി കിട്ടിയേ മതിയാവുള്ളൂ. ഇല്ലാതെ പറ്റില്ല എന്ന് പറയാ. എനിക്ക് ശരീരം എനിക്ക് അധികം ഒന്നും പണി ചെയ്യാൻ പറ്റില്ല. ഓഹോ, എന്നാ നിനക്കൊരു കാര്യം വല്ല കളക്ടർത്തിയോ ഉണ്ടോ നോക്കാം. ബാലണ്ണ ഇങ്ങനെ ചീത്ത പറയാനാണെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? വന്ന് കഴിയുമ്പോൾ എനിക്കൊരു ആശ്രയം കിട്ടുമെന്ന് ഓർത്തല്ലേ ഇങ്ങോട്ട് വന്നേ. ഞാനൊന്ന് നോക്കട്ടെ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടോന്ന്. കിട്ടുവാണ് അന്വേഷിച്ചിട്ട് പറയാന്ന് പറയണം. ശരി, വലിയ ഉപകാരമായിരുന്നു കിട്ടുവാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് പ്രകാശം പോകുന്നത്. ഈ സമയം ബാലണ്ണ മനസ്സിൽ പറയാം, ഇവനൊക്കെ നല്ല സുഖമായിട്ട് ജീവിക്കാനുള്ളതായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കയ്യിൽ പത്രം നല്ലതല്ലേ. വെറുതെ അല്ലേ ഇവനിങ്ങനെ അലഞ്ഞു തിരിയുന്നേ. ഇനി ഇവൻ അനുഭവിക്കാൻ പോകുന്നുള്ളതെന്ന് തോന്നുന്നു ലക്ഷണം കണ്ടിട്ട്. ഇവന് ജോലി വാങ്ങിച്ചു കൊടുത്താൽ മിക്കവാറും ഞാനും കൂടെ മിക്കവാറും അകത്താവും. ഇനി ആ ജോലി മേടിച്ചു കൊടുത്തിരിക്കുന്ന അവനും കൂടെ എന്നെ ചീത്ത പറയാനുള്ള കുഴപ്പ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവൻ എന്ത് വെള്ളം ചെയ്യട്ടെ എന്നൊരു ചിന്തയായിരുന്നു ബാലണ്ണന്റെ ഉള്ളിലുണ്ടായിരുന്നത്. പിന്നീട് മനോഹർ നേരെ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് നിഷയുടെ വീട്ടിൽ നിന്ന്. ഈ സമയത്ത് നിഷയുടെ അമ്മ പറഞ്ഞു, അല്ല മോനെ, എനിക്ക് ആ ഹോസ്പിറ്റലിൽ വരെ പോണായിരുന്നു, എന്നെ ഒന്ന് കൊണ്ടുപോകുന്നിരിക്കണം. അതിനെന്താ? അല്ല ആരെ കാണാനാ?
അവിടെ എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ കിടക്കുന്നുണ്ട്, അപ്പോൾ അവരൊന്ന് കാണാൻ പോണായിരുന്നു. അപ്പം നിഷ പറഞ്ഞു അന്ന് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുക. ഞാനും വരാമെന്ന് പറയണം. ശരി അതിനെന്താ ആയിക്കോട്ടെ നമുക്ക് പോയേക്കാന്ന് പറയണം. അങ്ങനെ ഇപ്പം തന്നെ വരാം, ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ അവർ റെഡിയായിട്ട് വന്നു. ഈ സമയത്ത് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും മനോഹർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെ മനോഹർ അറിയുന്നേ? കാരണം സരിയെ വിളിച്ചിട്ട് ഫോൺ പോലും മനോഹർ എടുത്തിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും അറിയത്തുമില്ലായിരുന്നല്ലോ. പിന്നീട് മനോഹർ അവരെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ഈ സമയത്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ചായ മേടിക്കാനായിട്ട് ഷാരി സരിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും മനോഹർ നിഷയുടെ അമ്മയും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. മനോഹർ പെട്ടെന്ന് നോക്കിയപ്പോൾ അവരകത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇവരെന്താ ഇവിടെ? ഇതെന്താ പോലെ ഹോസ്പിറ്റലിൽ നിന്നൊരു ചിന്ത മനോഹറിന്റെ ഉള്ളിൽ പെട്ടെന്നുണ്ട്. ഇനി ഇവൾക്ക് വല്ല വയ്യായികയാണോ? അതോ ഇനിയിപ്പോൾ ബെഹാസുവിന് എന്തെങ്കിലും പ്രശ്നമാണോ? ഷാരി കാണുന്നതിന് മുമ്പ് തന്നെ മനോഹർ പെട്ടെന്ന് അവിടെ നിന്ന് മാറുവാണ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിഷയുടെയൊക്കെ അടുത്തുനിന്നും കൊണ്ട് മാറി. അവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നീട് ഇവരങ്ങ് കടന്നു പോയി കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് വന്നേ. എന്ത് പറ്റി ഏട്ടാന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല. അതെ എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുണ്ട്, എന്നാൽ നിങ്ങൾ അങ്ങോട്ട് പൊക്കോളാവും, നമുക്കെന്നാൽ പിന്നെ കാണാമെന്ന് പറയണേ. അതെന്താ ഇത്ര ഇവിടം വരെ വന്നിട്ടൊന്ന് കയറി കണ്ടിട്ട് പോയി? അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ പൊക്കോ, എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാന്ന് പറയാണ്. പിന്നീട് മനോഹർ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് മനോഹർ സരുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുക. അപ്പോഴാണ് ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നത്. അപ്പം നിഷയുടെ വീട്ടിലേക്ക് പോയതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് സരുവെ വിളിച്ചിട്ട് കോൾ പോലും കിട്ടാതിരുന്നത്. അങ്ങനെ ഓണായി കഴിഞ്ഞിട്ട് സരുവിനെ വിളിച്ചപ്പോൾ സരു ചോദിച്ചു മനുവേണ്ടത് എവിടെയായിരുന്നു ചോദിക്കുവാണ്. എന്താ മോള് പ്രശ്നം? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത്യാവശ്യം മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കുമായിരുന്നു. എൻ്റെ മനുവേട്ട ഒന്നും പറയണ്ട, ഞാനിപ്പോൾ എവിടെയാണെന്നറിയാം? ഹോസ്പിറ്റലിലോ? അതെന്തു പറ്റി? അച്ഛന് വയ്യാണ്ട് കിടക്കുക. ആഹാ, ഞാൻ പോരുന്ന വരെ സമയം വരെ അച്ഛൻ്റെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം. അമ്മ അച്ഛൻ്റെ തല തല്ലി പൊളിച്ചെന്ന് പറയണ. പിന്നീട് കാര്യങ്ങളൊക്കെ പറയാം. അതെ അപ്പം ആരാ അച്ഛൻ്റെ അടുത്ത്? ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്, ഇപ്പം ഞങ്ങൾ ചായ മേടിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുക എന്ന് പറയണം. ശരി എന്നാൽ ഞാൻ അത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മനോഹർ ഫോൺ വെക്കുവാണ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അമ്മായിമ്മ തല തല്ലി പൊളിച്ചിട്ടുണ്ട്. അപ്പം അതിനർത്ഥം അമ്മായിമ്മ എന്തൊക്കെയോ അമ്മായിച്ചിനെ കുറിച്ച് അറിഞ്ഞു. സരി ഒരു പക്ഷെ മോളല്ലെന്ന് അറിഞ്ഞു കാണും. അതാണ് ഇങ്ങനെ. എന്താണല്ലോ ഒന്ന് ചെന്ന് കളയാം എന്ന് വിചാരിച്ച് മനോഹർ അങ്ങോട്ട് ചെല്ലുവാണ്. റൂം നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ചെല്ലുമ്പോൾ രാഹുൽ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. മനോഹറിനെ കണ്ട രാഹുലിന്റെ മോഹം കടന്നൽ കുത്തിയ പോലെ ആയിപ്പോയി. ചെന്നിട്ട് മനോഹർ ചോദിച്ചു, ആഹാ ഇത് കൊള്ളാലോ, നിങ്ങൾ കുടുംബത്തോടെ എങ്ങനെയാണെന്ന് ചോദിക്കണം. എന്താണ് നീ പറഞ്ഞേ? അല്ല എല്ലാവർക്കും ഈ പ്രാന്താണോന്നേ? ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും. ആദ്യം എൻ്റെ അമ്മായിച്ചനായിരുന്നു, ഇപ്പം ആണ്ടേ എൻ്റെ അമ്മായിമ്മയ്ക്കും. അവിടെ ഭ്രാന്തില്ലാത്ത രണ്ട് പേര് മാത്രമേ ഉള്ളൂ, ഞാനും എൻ്റെ ഭാര്യ. ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഞങ്ങൾക്കും ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നേ. കാരണം കുറെ ഭ്രാന്തന്മാരുടെ കൂടെയാണല്ലോ ഞങ്ങളുടെ താമസം. ഇതേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. പിന്നെ അനാവശ്യമാണോ പറഞ്ഞേ? ഉള്ള കാര്യമല്ലേ പറഞ്ഞേ? അല്ല എന്ത് പറ്റി? എന്തിനാ തല തല്ലി പൊളിച്ചെന്ന് ചോദിക്കാം. എനിക്കറിയില്ലടാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാതിരിക്കാൻ വഴിയില്ലല്ലോ. സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അവൾ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ തല തല്ലി പൊളിക്കുകയോ ചെയ്തേ. അങ്ങനെയാണ് എൻ്റെ അമ്മായിച്ചനെ സൂക്ഷിച്ചോ. മിക്കവാറും അമ്മ അറിഞ്ഞിട്ടുണ്ടായിരിക്കും സരിയു അവരുടെ മകളല്ലെന്നുള്ള സത്യം. അതുകൊണ്ട് അച്ഛൻ്റെ തല തല്ലിപ്പിളിച്ച് അന്നെങ്കിൽ ഇനി മിക്കവാറും അച്ഛനെ ഇല്ലാതാക്കാൻ ശ്രമിക്കാതിരിക്കില്ല. അന്ന് സൂക്ഷിച്ചോളം പറയണം. സത്യം പറയടാ, നീ എന്തേലും പറഞ്ഞായിരുന്നു ചോദിക്കുക. ഞാനെന്ത് പറയാനായിട്ട്? ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വേറെ ഇവിടെ പല ആൾക്കാരും ഉണ്ടല്ലോ, കിരണും കല്യാണിയൊക്കെ ഉണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അച്ഛനൊന്ന് സൂക്ഷിക്കാൻ നല്ലതെന്ന് പറയാം. ഇത് കേട്ടും രാഹുലിന് എന്ത് വല്ലാത്തൊരു പേടി തോന്നി. ഒരു പക്ഷെ അതറിഞ്ഞിട്ടാണോ അവൾ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറും തന്നോട്? സൂക്ഷിക്കണം. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല. മനോഹർ പറഞ്ഞു, അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും ഉടനെ തന്നെ സരയു പറയും. സരയു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രശ്നമായി കഴിയുമ്പോൾ എൻ്റെ കാര്യം എങ്ങാനും പറഞ്ഞുകൊണ്ടെങ്ങാനും ചെന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ, അതിനു മുമ്പ് ഞാൻ ഇവിടുന്ന് മുങ്ങും. എനിക്ക് അതിനുള്ള പണം തരണമെന്ന് പറയാം. എനിക്ക് ഇവിടുന്ന് പോകണം, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രാഹുൽ നിൽക്കുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. നാളെ രാവിലെ തന്നെ ഇതിന് ഫുൾ വിശേഷമായിട്ട് വരും. മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.